കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ ബിജെപിയുടെ അവിശ്വാസ പ്രമേയ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ നാടകമാണെന്ന് ഭരണസമിതി. കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം ശേഷിക്കെ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയവുമായി ബിജെപി രംഗത്ത് വരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും പാപ്പരത്വവുമാണെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മാസം മുമ്പ് വകുപ്പ് തല നടപടിക്ക് വിധേയനായി കുമ്പള പഞ്ചായത്തിൽ ചുമതലയേറ്റ സെക്രട്ടറിയും ബിജെപി നേതാക്കളും ചേർന്നുള്ള ഒത്തുകളിയാണിത്. നല്ല നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിക്കാരും ദൂർത്തടിക്കാരുമാണെന്ന് വരുത്തി പദ്ധതി പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയതിനു പിന്നിൽ സെക്രട്ടറിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും നഗരസ്വഭാവമുള്ള പഞ്ചായത്തിൽ വർഷത്തിൽ 400ഓളം പദ്ധതികൾക്കാണ് രൂപം നൽകുന്നതെന്നും ഇതിൽ 300ഉം പൊതുമരാമത്ത് പദ്ധതികളാണെന്നും ഭരണസമിതി വ്യക്തമാക്കി. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥരില്ലാത്തതും ജീവനക്കാരുടെ അമിത ജോലിഭാരവും വലിയ വെല്ലുവിളിയായി മാറുന്നു. പദ്ധതിയും പുരോഗതിയും പ്രശ്നങ്ങളും എല്ലാം സംബന്ധിച്ച് പല ഭരണസമിതി യോഗങ്ങളിലും വിശദമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരായി ഏതെങ്കിലും അംഗങ്ങൾ സംസാരിക്കുകയോ വിയോജനക്കുറിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല. ഈ ഓരോ പഞ്ചായത്ത് ഭരണസമിതിയിലും തീരുമാനമെടുത്തുകൊണ്ടാണ് എല്ലാ പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, 4 വർഷവും 8 മാസവുമായി ഭരണസമിതി വന്നിട്ട് അതിൽ ഓരോ ഭരണസമിതിയിലും ഐക്യകണ്ഠേന തീരുമാനത്തിൽ ഓരോ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും വിയോജനക്കുറിപ്പോ ജോലി മെമ്പർമാർക്ക് ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വർഷക്രമേണ ഹാബിറ്റാറ്റ് കമ്പനി, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിലാണ് ബസ് നിർമ്മാണം നമുക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം 1 കോടിക്ക് താഴെയുള്ള എല്ലാവർക്കും നിരവധി പഞ്ചായത്തുകളിൽ പ്രശ്നമുണ്ടാക്കിയും അനധികൃത അവധിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയെന്നും കോഴിക്കോട് അത്തോളി പഞ്ചായത്തിൽ നിന്നും നടപടിക്ക് വിധേയനായാണ് ഇദ്ദേഹം കുമ്പളയിലേക്ക് എത്തിയതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്ത പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കാതിരിക്കലും അനധികൃതമായി അവധിയെടുക്കലുമാണ് ഇയാളുടെ പ്രധാന ഹോബിയെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് കാരണം ഒരു 300 പദ്ധതിയാണ് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാ കൂട്ടായ ശ്രമം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. ഇപ്പൊ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഭിന്നിപ്പിച്ചുകൊണ്ട് 1.5 മാസം മുമ്പ് വന്ന സെക്രട്ടറി ഇപ്പോ പല രീതിയിലും മാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം പല രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോ സെക്രട്ടറി എടുത്തു പറയാൻ കാരണം മറ്റു പഞ്ചായത്തിൽ ഇത് മുമ്പ് വന്ന നമ്മുടെ അത്തോളി പഞ്ചായത്തിലാണ് നമ്മുടെ കഴിഞ്ഞ 28-ാം തീയതി ഇവിടെ വന്നിട്ടുള്ളത്. ആ പഞ്ചായത്തിലും IG പഞ്ചായത്തിലും നടപടിക്കുള്ള പഞ്ചായത്തിലൊക്കെ വന്നിട്ടുണ്ട്. നടപടി ഏറ്റെടുക്കുള്ള പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം കേസ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടാണ് ഇതുവരെ. സെക്രട്ടറി യഥാസമയം അംഗങ്ങൾക്ക് നോട്ടീസ് നൽകാത്തതിനാൽ 4ഓളം യോഗങ്ങളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. ചുമതലയേറ്റതിനു ശേഷം സെക്രട്ടറി നിർവഹണം നടത്തേണ്ടുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല. ജീവനക്കാർ തന്നെ സെക്രട്ടറിക്കെതിരെ പ്രസിഡന്റിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിന്റെ നിസ്സംഗതയും നിഷേധാത്മകവും നിരുത്തരവാദപരവുമായ പെരുമാറ്റം കാരണം വലിയ തോതിലുള്ള ഭരണസ്തംഭനമാണ് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഭരണസാരഥികൾ തുറന്നു പറഞ്ഞു. പ്രസിഡന്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് സെക്രട്ടറി പറയുന്നത്. ഇതിന് തെളിവ് നൽകാൻ അദ്ദേഹം തയ്യാറാകണമെന്നും അനധികൃതമായി എന്ത് കാര്യം ചെയ്യാനാണ് പ്രസിഡന്റ് പ്രേരിപ്പിച്ചതെന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറിയും ബിജെപി അംഗങ്ങളും ഗൂഢാലോചന നടത്തിയുള്ള അവിശ്വാസ പ്രമേയത്തെ നേരിടുമെന്നും സത്യാവസ്ഥ ഭരണസമിതി മുമ്പാകെയും പൊതുജനങ്ങളോടും ബോധിപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കാണുമെന്നും വ്യക്തമാക്കി. കുമ്പള പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസഫ്, വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ BA റഹ്മാൻ, ആരിക്കാടി, നസീമ ഖാലിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.